എഫേസ്യ ലേഖനം 6:16 വിശ്വാസമാകുന്ന പരിചയം എന്നതിൻ്റെ അടുത്ത ഭാഗത്തിൽ വിശ്വാസത്തിൻ്റെ ലക്ഷ്യമെന്തെന്ന് പരിശോധിക്കാം. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് എബ്രായ ലേഖനം 11:1 രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസമെന്നത് രക്ഷയിലേക്കുള്ള വഴിയാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കായി പിതാവ് തൻ്റെ മക്കൾക്ക് ജന്മന നൽകുന്നതാണിത്. എന്നാൽ ഇത് ജീവിതത്തിൽ കൂടി ഉജ്ജ്വലിപ്പിക്കേണ്ടതുണ്ട്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നുവെന്ന് റോമർ 10:17. ഇത് സ്വീകരിച്ചുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനം 2:26 പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്നും ഗ്രഹിക്കുക. അടുത്തതായി, എന്തുകൊണ്ടാണ് യേശു വിശ്വാസത്തിൻ്റെ നായകനെന്ന് വിളിക്കപ്പെടുന്നതെന്ന് നോക്കാം. പീഡകളിൽ തളരാതെ നിന്ന വിശ്വാസവീരന്മാർ അനേകരുണ്ടെങ്കിലും നമ്മുടെ നായകൻ യേശു തന്നെയാണ്. കാരണം പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച യേശു ദൈവപുത്രനും തൃത്വത്തിൽ രണ്ടാമനുമാണ്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനാണ്. ഭൂതങ്ങളെ പുറത്താക്കിയവനാണ്. വിശുദ്ധ മത്തായി 17:21. മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. വിശുദ്ധ യോഹന്നാൻ 11:40. തൻ്റെ ആടുകളെ അറിയുകയും അവയ്ക്ക് മുമ്പായി നടക്കുകയും ചെയ്യുന്ന നല്ല ഇടയനാണ് നമ്മുടെ യേശു. വിശുദ്ധ യോഹന്നാൻ 10:27. നമ്മെ കൈവിടാത്ത നായകനാണവൻ. യോഹന്നാൻ 6:37. നമ്മുടെ രോഗങ്ങളെ വഹിച്ചവനാണ്. വേദനകളെ ചുമന്നവനാണ്. യെശയ്യാ പ്രവചനം 53:4. സാത്താൻ്റെ സകല പരീക്ഷണങ്ങളെയും വിശ്വാസത്താൽ അതിജീവിച്ചിട്ടും നമുക്ക് വേണ്ടി സദാ നിന്ദയും പീഡയും സഹിച്ച രക്ഷകനാണ് യേശു. അപ്പോസ്തല പ്രവൃത്തികൾ 10:12. ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്ന് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ചവനാണ്. യോഹന്നാൻ 4:34. നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയ നായകനാണ് യേശു. 1 പത്രോസ് 2:21. അതെ, ശക്തനായൊരു യേശു എന്നൊരു നായകനാണ് നമുക്കുള്ളത്. 2 തീമോത്തിയോസ് 1:12. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ? അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ? എഫേസ്യ ലേഖനം 6:16 വിശ്വാസമാകുന്ന പരിച തൻ്റെ ആടുകളെ അറിയുകയും അവയ്ക്ക് മുമ്പായി നടക്കുകയും ചെയ്യുന്ന നല്ല ഇടയനായ നമ്മുടെ യേശു ആകട്ടെ. അതെ, യേശു തന്നെയാണ്. ആ ദൈവത്തിൻ്റെ സത്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ.